ഹേ ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു ഓണം റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇന്നോട്ട് നമ്മളൊരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നമ്മുടെ ഒരു ഓണം റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓണം അടുക്കാറായി. അപ്പോൾ നമ്മുടെ ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആര്യാൻഷ് കാനഡ ലൈഫിൻ്റെ ഓണം ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയും നമ്മുടെ ഫാമിലിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെയാണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് തന്നെ, ഞാനും മനീഷും. അപ്പോൾ സദ്യ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ നമ്മുടെ കേരള ഫുഡുകൾ വേണമല്ലോ, ഫുഡ് ഐറ്റംസ് വേണമല്ലോ. അപ്പം അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം തന്നെ ദൂരമുണ്ട് ഈ കേരള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിലോട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു അടിപൊളി കേരള റെസ്റ്റോറൻറ്റ് കണ്ടു, കേരള കഫേ. നല്ല തന്നെ നാടൻ തട്ടുകട എന്നൊക്കെ ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ തലശ്ശേരി ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നമ്മുടെ സാധാ ബിരിയാണി അല്ല, തലശ്ശേരി ബിരിയാണി, ആ കൈമ റൈസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉള്ള. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു. നമ്മൾ ആദ്യം ഒരു ചായയും പിന്നെ കുറച്ച് സ്നാക്ക് ഐറ്റംസ്, നമ്മുടെ പഴംപൊരിയും പപ്സൊക്കെയാണ് കേട്ടോ ആദ്യം ഓർഡർ ചെയ്തത്. നമ്മൾ അത് കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി വരുമല്ലോ, ബിരിയാണിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയ മാംഗോ ഷേക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഫസ്റ്റ് ഒരു സിപ്പ് എടുത്തപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു ഫ്രഷ് മാംഗോയുടെ ഒരു പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ പോലൊരു ടേസ്റ്റ് എനിക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു എക്സ്പ്രഷൻ അത്ര ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയായ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇറ സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്, സ്കാർബ്രോ ഉള്ളത്. ഇത് ഒരു ശ്രീലങ്കൻ സ്റ്റോറാണ്, പക്ഷേ നമ്മുടെ കേരള ഐറ്റംസ് എല്ലാം തന്നെ അവിടെ ഉണ്ടാവും. ഇവരുടെ തന്നെ ഇറ ബ്രാൻഡ് അവിടെ ഉണ്ട്. അത് നല്ല അഫോർഡബിളാണ്. പിന്നെ നമ്മുടെ സെയിം ടേസ്റ്റുള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതലും അവിടെ ഉള്ളത്.
നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലത്തെ അരി ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അരി മേടിച്ചിട്ടുണ്ട്. അപ്പം നാട്ടിലത്തെ സെയിം നമ്മൾ കഴിക്കുന്ന അരി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇറയുടെ ബ്രാൻഡ് തന്നെ. അപ്പോൾ അതാണ് നമ്മളത് എടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോകുമ്പോഴാണ് അവിടെ ഒരു എഴുതിയേക്കുന്നത് കണ്ട വീഡിയോ ആൻഡ് ക്യാമറ അലൗഡഡ് അല്ലെന്ന്. പിന്നെ ഞാൻ അവിടെ ആരോടും ചോദിച്ചുമില്ല എടുത്തോട്ടെ എന്നുള്ളത്. അപ്പം ഞാൻ ഒത്തിരി അപ്പോൾ വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാ ഐറ്റംസിൻ്റെ ഒന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് വീഡിയോസ്, എന്തായാലും ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ച് നമ്മുടെ റെസീറ്റ് ഇതാണ് കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 65 ഐറ്റംസോളം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്ര റേറ്റും ആയില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഐറ്റംസ് എല്ലാം കിട്ടും. ഇപ്പം നമ്മൾ പോകുന്നത് ഇറയുടെ തന്നെ ഒരു കാറ്ററിങ് ഒരു സർവീസ് പോലെയുള്ള ഒരു നമ്മുടെ സ്നാക്ക് ഐറ്റംസും കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു കടയിലോട്ടാണ് കേട്ടോ. ഈ ഇറ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോറും വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്ക് ഐറ്റംസൊക്കെ മേടിച്ചു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ടൊറൻറ്റോ സ്കാർബ്രോ ലൊക്കേഷനിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കേരള ടൈപ്പ് നമ്മുടെ ഫുഡെല്ലാം അഫോർഡബിളായിട്ട് കിട്ടും. നല്ല ഒരു സ്റ്റോറാണ് ഇവിടെ. എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഫോർഡബിളാണ്. കുറേ നമ്മുടെ സെയിം കേരള ഐറ്റംസൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് എന്ന്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ് ഈ സ്റ്റോറ്. അങ്ങനെ ഫൈനലി എല്ലാ സാധനങ്ങളും മേടിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇപ്പം സമയം 7:45 കേട്ടോ. ഇവിടെ സൺസെറ്റ് ആവാറായി. പുറത്തുനിന്ന് പോയി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ല അടിപൊളി ഒരു സൺസെറ്റ്, നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ടയേർഡായിട്ടോ. എല്ലാം കൂടെ മേടിച്ച് നമ്മളിവിടെ വന്നപ്പം കുറേ സാധനങ്ങൾ തപ്പി നടന്നു. പിന്നെ അവിടെ ചെന്നപ്പം ഒത്തിരി യൂട്യൂബല്ല വീഡിയോസോ ഒന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റൂലായിരുന്നു അവർക്ക്. അപ്പം ഞാൻ അവിടെ ഒത്തിരി ക്ലിപ്സൊന്നും എടുത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.